നമസ്കാരം. 4 പതിറ്റാണ്ട് നീണ്ടുനിന്ന ഇടത് ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം BJP പിടിച്ചെടുത്തത്. കോർപ്പറേഷൻ ഭരണം BJPക്ക് ലഭിച്ചതിന് ശേഷം ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തിയപ്പോൾ വിമാനത്താവളത്തിൽ പോയി സ്വീകരിക്കുന്നത് BJPയുടെ മേയറായിരിക്കും എന്ന് നേരത്തെ പലതവണ BJP നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്നു. എങ്കിലും VV രാജേഷിന് പ്രധാനമന്ത്രി സ്വീകരിക്കാൻ പോകാനുള്ളവരുടെ പട്ടികയിൽ ഇടം ലഭിച്ചിരുന്നില്ല. ഇത് അന്ന് വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉയർത്തിയിരുന്നുവെങ്കിലും VV രാജേഷ് തന്നെ കൃത്യമായി എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം പിന്നീട് വിശദീകരിക്കുകയായിരുന്നു. എനിക്ക് തിരുവനന്തപുരത്ത് നടന്ന പ്രധാനമന്ത്രി നടക്കുന്ന 2 ചടങ്ങുകളുടെയും മുഖ്യ സംഘാടകൻ എന്നുള്ള നിലയിലാണ് വിമാനത്താവളത്തിൽ പോകാൻ കഴിയാതിരുന്നതെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഇതിനെക്കുറിച്ച് പിന്നീട് ഒരുപാട് കഥകളൊക്കെ പുറത്തു വന്നു. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം BJP തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പിടിച്ചത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് അദ്ദേഹം കണക്കാക്കുന്നത്. ഇതിന് ഉചിതമായ സമ്മാനം അദ്ദേഹം നൽകുകയാണ്. ഈ മാസം 13-ാം തീയതി ഡൽഹിയിൽ തിരുവനന്തപുരത്തെ BJP കൗൺസിലർമാർക്ക്, മേയറും ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെ എല്ലാ കൗൺസിലർമാർക്കും അദ്ദേഹം ഒരു വിരുന്ന് ഒരുക്കുകയാണ്. ഇതിനായി ഈ മാസം 9-ാം തീയതി കൗൺസിലർമാരും മേയറും എല്ലാം ഇവിടെ നിന്ന് കേരള എക്സ്പ്രസ് ട്രെയിനിലാണ് പുറപ്പെടുന്നത്. ഈ യാത്രയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലൂടെ ഈ ട്രെയിൻ കടന്നു പോകുമ്പോൾ അതത് സംസ്ഥാനങ്ങളിലെ BJP യൂണിറ്റുകൾ റെയിൽവേ സ്റ്റേഷനിലെത്തി BJP കൗൺസിലർമാർക്ക് സ്വീകരണവും ഒരുക്കുന്നുണ്ട്. ഇത് VV രാജേഷിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കുമൊക്കെ തന്നെ വലിയൊരു പ്രചോദനമായി മാറും എന്ന് തന്നെയാണ് BJP നേതൃത്വവും കണക്കാക്കുന്നത്. VV രാജേഷ് എന്ന തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന നേതാവ് ഇനി ദേശീയ തലത്തിലേക്ക് ഉയരുന്നൊരു കാഴ്ചയായിരിക്കും ഒരുപക്ഷെ ഈ ഒരു സ്വീകരണത്തിന് ശേഷം ലഭിക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് BJP കൗൺസിലർമാർക്ക് വിരുന്നൊരുക്കുക എന്ന് പറയുന്നത് പ്രധാനമന്ത്രി എത്രത്തോളം വിലയാണ് അല്ലെങ്കിൽ എത്രത്തോളം വലിപ്പത്തോടു കൂടിയാണ് ഈ തിരുവനന്തപുരത്തെ വിജയത്തെ നോക്കിക്കാണുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ്. ഒരുപക്ഷെ തിരുവനന്തപുരം നഗരത്തിനായുള്ള പ്രത്യേക വികസന പദ്ധതി അന്ന് പ്രധാനമന്ത്രി ഡൽഹിയിൽ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇവിടെ നിന്ന് പോകുന്ന കൗൺസിലർമാർ ഡൽഹിയിലെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും BJP സംബന്ധിച്ചിടത്തോളം VV രാജേഷ് എന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം പിടിക്കാനും കഴിഞ്ഞു എന്നുള്ളത് വളരെ അപൂർവമായ ഒരു നേട്ടമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. BJP ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ ഉത്തരേന്ത്യയിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും യോഗങ്ങൾ പങ്കെടുക്കുമ്പോൾ ഇപ്പോൾ എടുത്തു പറയുന്നൊരു കാര്യം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം BJP പിടിച്ചെടുത്തത് തന്നെയാണ്. ഏതായാലും അതിന് ഉചിതമായ രീതിയിലുള്ള ഒരു സമ്മാനം എന്നുള്ള നിലയിലായിരിക്കും പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും കൗൺസിലർമാർക്കും എല്ലാം തന്നെ വിരുന്നൊരുക്കുന്നത്. നിലവിൽ 50 കൗൺസിലർമാരാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് ഉള്ളത്. ഒരു സ്വതന്ത്രൻ്റെ കൂടി രാധാകൃഷ്ണൻ്റെ കൂടി പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ BJP ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. VV രാജേഷിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറാവുക എന്നുള്ളത് വളരെ ദേശീയ തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംഭവം തന്നെയായിരുന്നു. കേരളത്തിലെ BJPയുടെ അധികാര സമവാക്യങ്ങളിൽ വലിയൊരു ശക്തി കേന്ദ്രമായി VV രാജേഷ് മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ എന്നുള്ള നിലയിൽ ഈ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ രാജേഷിനും സഹപ്രവർത്തകർക്കും കഴിഞ്ഞു എന്നുള്ളതും BJP വളരെ സന്തോഷത്തോടുകൂടിയാണ് നോക്കുന്നത്. BJP ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഏറ്റവും സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്തെ തലസ്ഥാനത്തിൻ്റെ ഭരണം തങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് അത് അടുത്തൊരു ചുവടുവെപ്പിന് മുന്നോടിയായിട്ട് തന്നെയാണ് അവർ കണക്കാക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് VV രാജേഷിനെയും സഹപ്രവർത്തകരെയും ഡൽഹിയിൽ തന്നെ വിളിച്ച് പ്രധാനമന്ത്രി വിരുന്നൊരുക്കുന്നത്.